നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന് ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിനായി ഒരുങ്ങി. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും അറസ്റ്റിൽ. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന മരക്കാർ ബസ് ഡ്രൈവർ, വാഗ സ്വദേശി പാലത്ത് വീട്ടിൽ 42 വയസ്സുള്ള അക്ബർ, രണ്ടാം പ്രതി പത്തനംതിട്ട കൂടൽ സ്വദേശിയായ പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ അറസ്റ്റ് ചെയ്തത്. സിസിടിവി ന്യൂസ് ഇംപാക്ട്. കുന്നംകുളം നഗരസഭാ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ അധികൃതർ. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന് ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിനായി ഒരുങ്ങി. ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും തന്റെ ദാസന്റെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചതായാണ് വിശ്വാസം. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പ്രത്യേക നമസ്കാരം നടക്കും. ഏതാനും ദിവസങ്ങളായി മഴ മാറി നിൽക്കുന്നതിനാൽ തുറസായിടങ്ങളിൽ തന്നെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈദ്ഗാഹ് കമ്മിറ്റികൾ. ഈദ് നമസ്കാരത്തിനു ശേഷം വിശ്വാസികൾ ബലികർമ്മം നിർവഹിക്കും. പിന്നീട് ബന്ധുക്കളെ സന്ദർശിച്ച് ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലേക്ക്. മൈലാഞ്ചിച്ചോപ്പും ബിരിയാണി രുചിയും ഒത്തുകൂടലിന്റെ സന്തോഷവുമായി വലിയ പെരുന്നാളിനെ ആഘോഷമാക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. ബക്രീദിനെ വരവേറ്റുകൊണ്ട് കടവല്ലൂർ NJ ബ്രദേഴ്സ് പുറത്തിറക്കിയ സംഗീത ആൽബം പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഗാനത്തിന്റെ യൂട്യൂബ് റിലീസ് നടത്തി. ആൽബത്തിന്റെ ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗാനം ആലപിച്ച് ബഷീർ ആറ്റൂരാൻ, മൃദുൽ എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. തക്ബീർ എന്ന പേരിൽ പുറത്തിറക്കിയ ആൽബത്തിന്റെ ഛായാഗ്രഹണം നിയാസ് ഹക്കിക്കാവും, ഓർക്കസ്ട്രേഷൻ ഷഫീർ പുത്തൻപള്ളിയും, എഡിറ്റിംഗ് സുനിൽ പുലിക്കോട്ടിലുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും അറസ്റ്റിൽ. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന മരക്കാർ ബസ് ഡ്രൈവർ, വാഗ സ്വദേശി പാലത്ത് വീട്ടിൽ 42 വയസ്സുള്ള അക്ബർ, രണ്ടാം പ്രതി പത്തനംതിട്ട കൂടൽ സ്വദേശിയായ പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15-കാരിയെ കേച്ചേരിയിലെ തലക്കോട്ടുകരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ഒന്നാം പ്രതി പിന്നീട് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള ഗോവിന്ദം റെസിഡൻസി എന്ന ലോഡ്ജിലെത്തിച്ചും പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ലോഡ്ജിൽ പീഡനത്തിന് ഒത്താശ ചെയ്തതിനാണ് രണ്ടാം പ്രതി അറസ്റ്റിലായത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ G അജയകുമാറിന്റെ നേതൃത്വത്തിൽ SI പ്രീത ബാബു, ASI-മാരായ വിനയൻ, സിന്ധു, സീനിയർ CPO രഞ്ജിത്ത്, CPO-മാരായ സൗമ്യശ്രീ, SJ അനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. CCTV ഇംപാക്ട്. കുന്നംകുളം നഗരസഭാ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേയിലേക്ക് വലിയ വാഹനങ്ങൾ കടക്കുന്നത് തടയാൻ സ്ഥാപിച്ചിരുന്ന ഭാരമേറിയ ക്രോസ് ബാർ വാഹനമിടിച്ച് തകർന്ന നിലയിലായിരുന്നു. ഇതിന്റെ കോൺക്രീറ്റ് തൂണിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് ഈ റോഡിലൂടെ പ്രവേശിക്കുന്നത് തടയാനാണ് നഗരസഭ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഇവിടെ ഇരുമ്പിന്റെ ക്രോസ് ബാർ സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം ഇതിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ച കണ്ടെയ്നർ ലോറി കവാടത്തിൽ ഇടിച്ച് കേടുപാടുണ്ടായി. പിന്നീട് ഒട്ടേറെ വാഹനങ്ങളാണ് ഇതിലൂടെ പ്രവേശിക്കുന്നതിനിടെ ക്രോസ് ബാറിൽ ഇടിച്ചിരുന്നത്. കവാടം ഒരു ഭാഗം ചെരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. കവാടത്തിന് മുകൾ ഭാഗത്തെ ഇരുമ്പ് ദണ്ഡുകൾ പൊട്ടിയ നിലയിലുമായിരുന്നു. ഇനിയും വാഹനമിടിച്ചാൽ ഇത് നിലംപതിച്ച് മറ്റൊരപകടത്തിന് കാരണമാകുമെന്ന നിലയിലായിരുന്നു. ഇരുമ്പു കവാടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് CCTV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുമ്പു കവാടം പൊളിച്ചുമാറ്റിയത്. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു.
വരവൂരിൽ മദ്യലഹരിയിൽ യുവാവ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയെന്ന് പരാതി. വരവൂർ പാലക്കൽ ക്ഷേത്രക്കുളത്തിന് മുൻപിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 12ഉം 13ഉം പ്രായമുള്ള കുട്ടികളെ വരവൂർ വടക്കേതിൽ വീട്ടിൽ ഷനീഷ് എന്നയാൾ ആക്രമിക്കുകയും അസഭ്യം വിളിക്കുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾക്ക് നേരെയും ലഹരിക്ക് അടിമയായ ഇയാൾ ആക്രമണം നടത്തിയതായി പറയുന്നു. മുൻപും സമാനമായ രീതിയിൽ മറ്റൊരാളെ ആക്രമിച്ചതിന് എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിൽ ഇയാളുടെ പേരിൽ കേസുണ്ട്. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ നമ്മള് വെള്ളടിക്കണോ എല്ലാം ആരെ വെള്ളടിക്കുന്നേ ഞാൻ പിടിച്ച് മാറ്റിയതാണോ? അവരോട് നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നല്ലേ പിള്ളേര് കളിച്ചോട്ടെ ഇവിടെ ഇരുന്നോ തന്ന് മേത്തേക്ക് വരുമ്പോഴല്ലേ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാടത്ത് വെള്ളം നിറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കളിച്ചായിരുന്നു. ഇവിടെ കളി കഴിഞ്ഞിട്ട് കുളത്തിൽ കുളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സനീഷ് പറഞ്ഞൊരു ഏട്ടൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. ഞങ്ങളുടെ നിന്ന് ബോൾ പിടിച്ച് വാങ്ങി. ഒരു സെക്കൻഡ് ഷോൾഡർ പിടിച്ച് വലിക്കുകയും അമ്മയ്ക്ക് വിളിക്കുക അച്ഛനെ വിളിക്കുകയൊക്കെ കുറേ സംഭവം ഉണ്ടായി. ഞങ്ങളതിനെ മർദ്ദിക്കാൻ വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മാമേനെ വിളിച്ചിട്ട് മാമ വന്ന് കളിച്ചോളാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആള് മാമയായിട്ട് അലമ്പുണ്ടാക്കാൻ വന്നു. അടിയായി. എന്നിട്ട് അടിച്ചു. ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഞ്ഞു മക്കളുടെ മുന്നിൽ അത്രയും മോശമായ രീതിയിൽ സഭ്യമല്ലാത്ത ഭാഷ, അതും ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ട് അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, അതായത് നിൽക്കുന്ന ആളുകൾ പോലും കേട്ട് നിൽക്കാൻ നിറയ്ക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഈ കുഞ്ഞു പിള്ളേരോട്, നമ്മളോട് ഉൾപ്പെടെ. നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി പോയില്ല. പിന്നെ നമ്മളെ തല്ലാൻ വന്ന രീതിക്കകത്ത് നമ്മൾ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായതും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായത്. തീർച്ചയായും കുഞ്ഞു മക്കൾക്കെതിരെയുള്ള ഈ ഒരു അതിക്രമത്തിനെതിരെ, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്ത ഈ ഒരു അതിക്രമത്തിനെതിരെ നല്ല നടപടി ഉണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടാനുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വിടവാങ്ങുന്നത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്ന നേതാവ്. വാർദ്ധക്യ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ ആഭ്യന്തര കലഹങ്ങൾ ശാന്തമാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും നിയോഗിച്ചിരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയെയായിരുന്നു. 2004 കരുണാകരൻ ആന്റണി ഗ്രൂപ്പ് പോര് മൂർച്ഛിച്ച കാലത്തും ഗ്രൂപ്പുകൾക്കതീതൻ എന്ന നിലയിലാണ് അന്നും തെന്നലയെ KPCC അധ്യക്ഷനാക്കിയത്. 17 ഏക്കർ സ്വത്തുമായാണ് രാഷ്ട്രീയം തുടങ്ങുന്നത്. അത് 14 സെന്റിലേക്ക് വിറ്റുതീർന്നതാണ് ഈ ഗാന്ധിയന്റെ രാഷ്ട്രീയ ആദർശത്തിനുള്ള തെളിവ്. കൊല്ലം ശൂരനാട്ടെ സമ്പന്ന കുടുംബത്തിലായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ജനനം. കോൺഗ്രസിൽ പുളിക്കുളം ബൂത്ത് പ്രസിഡന്റായി രാഷ്ട്രീയത്തിന് തുടക്കം. പിന്നീട് പടിപടിയായി മണ്ഡലം, ബ്ലോക്ക്, DCC അധ്യക്ഷ പദവികളിലേക്ക്. 5 തവണ അടൂരിൽ മത്സരിച്ചു. 2 തവണ MLA ആയി. 3 തവണ രാജ്യസഭാ സീറ്റു കിട്ടി. 2 പ്രാവശ്യം KPCC അധ്യക്ഷനായി. 1998 വയലാർ രവി KPCC പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഉരുണ്ടുകൂടിയ പ്രതിസന്ധിക്കിടെ KPCC പ്രസിഡന്റായി ഹൈക്കമാൻഡ് നിയോഗിച്ചത് തെന്നലയായിരുന്നു. ആ നിയോഗമേറ്റെടുത്ത തെന്നല ബാലകൃഷ്ണപിള്ള 2001 100 സീറ്റ് നേടി UDFനെ അധികാരത്തിലെത്തിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യത്തിന് വിരാമമിട്ട് തെന്നല വിടവാങ്ങുമ്പോൾ ത്യാഗപൂർണവും ആദർശധീരവുമായൊരു രാഷ്ട്രീയ യാത്രയ്ക്കാണ് സമാപനമാകുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു. തൃശൂർ മുണ്ടൂർ സ്വദേശിയാണ്. ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാർ ബംഗളൂരുവിനടുത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയപാതയിലായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ബംഗളൂരിലേക്ക് പോവുകയായിരുന്നു കുടുംബം. അപകടത്തിൽ ഷൈൻ ടോമിന്റെ കൈക്ക് പരിക്കുണ്ട്. ഷൈൻ ടോമിനും അച്ഛനുമൊപ്പം അമ്മയും സഹോദരനും സഹായിയും കാറിൽ ഉണ്ടായിരുന്നു. ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറിയിപ്പ്: ജൂൺ 7 ശനിയാഴ്ച നടത്താനിരുന്ന കുന്നംകുളം താലൂക്ക് വികസന സമിതി യോഗം ജൂൺ 9 തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭ 21-ാം വാർഡിൽ മണലൂർ MLAയുടെ വികസന ഫണ്ടും നഗരസഭയുടെ പ്ലാൻ ഫണ്ടും ചേർന്ന് 36.94 ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച ചിറ്റാട റോഡിന്റെയും നഗരസഭ 4 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച K. മണി സ്മാരക റോഡിന്റെയും ഉദ്ഘാടനം നടത്തി. ഇതോടൊപ്പം SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും നടന്നു. മുരളി പെരുന്നെല്ലി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു.
നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, ആസൂത്രണ സമിതി അംഗം MA ഷാജി, വാർഡ് കൌൺസിലർ അജിത ദിനേശൻ, KS ബിജു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ ജൂൺ 13 ആഘോഷിക്കുന്ന അന്തോണിസിന്റെ തിരുനാളിന് കൊടിയേറി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോൺ ഡൊമിനിക് MCBS, ഇടവക വികാരി ഫാദർ ഡേസൻ മുണ്ടോപ്പുറം എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 6 വെള്ളി മുതൽ ജൂൺ 12 വ്യാഴം വരെ രാവിലെ ഇടവക ദൈവാലയത്തിൽ തിരുനാളിന് ഒരുക്കമായി. വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനമായ ജൂൺ 13 വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക ദൈവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് വെട്ടുവയലിൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും കുഞ്ഞന്തോണിമാരുടെ പ്രസിദ്ധേന്തി വാഴ്ചയും ആഘോഷമായ തിരുശേഷിപ്പ് പ്രയാണവും വർണ്ണമഴയും നേർച്ച ഊട്ട് കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആതുരാലയം സന്ദർശിച്ച് അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യും. ചെറിയ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി ചെയർമാൻ ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, വൈസ് ചെയർമാൻമാരായി സുപ്പീരിയർ സിസ്റ്റർ ബെൻസി, കൈക്കാരന്മാരായ KG ബാബു, പേൾജൂബി ചുങ്കത്ത്, CN ഇമ്മാനുവൽ, ജനറൽ കൺവീനർ CM സാംസൺ, ജോയിന്റ് ജനറൽ കൺവീനർ ഫ്ലോറൻസ് ലോയിഡ്, സബ് കമ്മിറ്റി കൺവീനർമാരായ ML സുനിൽ, ML മാണി, PR സജി, പോയ്സ് JB, VC ജോസി എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. രാജ്യത്ത് കോവിഡ് രോഗികൾ 5000 കടന്നു. ആകെ ആക്റ്റീവ് കേസുകൾ 5364 ഉയർന്നു. 498 പേർക്കാണ് രാജ്യത്ത് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 4 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. കേരളത്തിൽ മാത്രം 2 മരണമാണ് സ്ഥിരീകരിച്ചത്. 74 വയസ്സുകാരിയും 79 വയസ്സുകാരനുമാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 192 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഓക്സിജൻ, ഐസൊലേഷൻ കിടക്കകൾ, വെന്റിലേറ്ററുകൾ, അവശ്യ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയത്. രോഗങ്ങളുള്ളവർ ആൾക്കൂട്ടം ഒഴിവാക്കാനും മുന്നറിയിപ്പുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ജനങ്ങൾ ശുചിത്വം പാലിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അണുക്കൾ പടരാതെ ശ്രദ്ധിക്കണം. രോഗങ്ങളുള്ളവർ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പരിശോധന വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ വൃത്തിയാക്കി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് ദിവ്യ മനോജ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സുമന സുഗതൻ, ഷെർലി ദിലീപ്, സ്വപ്ന പ്രദീപ്, നകുല പ്രമോദ്, ഡോക്ടർ VC ബിനോജ്, ബിനിഷ തിലകൻ, സജനത് ഷനോജ്, ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന KS ശങ്കരന്റെ ചരമവാർഷികാചരണം കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. എളവള്ളി മമ്മായിയിൽ അനുസ്മരണ യോഗം CPIM മണലൂർ ഏരിയ സെക്രട്ടറിയും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷനായിരുന്നു. CPM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, KP രാജു, KG മനോഹരൻ, സുമ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ആനായ്ക്കൽ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായ്ക്കൽ മണിയന്ത്ര വീട്ടിൽ കുഞ്ഞാപ്പുവിന്റെ മകൻ 63 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ വീടിന് സമീപത്തെ കിണറിന്റെ തുടിക്കാലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV വിജിത, വാർഡ് മെമ്പർമാരായ MK ജോസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ പങ്കെടുത്തു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചേലക്കര MLA UR പ്രദീപ് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപു പ്രസാദ്, വിമല പ്രഹ്ലാദൻ, PK യശോദ, പ്രിൻസിപ്പൽ KB പ്രീത, ഹെഡ്മിസ്റ്റേഴ്സ് K സേതുകുട്ടി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ
NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുസ്തക ചലഞ്ചിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു. വരവൂർ സ്കൂൾ ആണ് നല്ല മികച്ച സ്കൂൾ, അവിടെ അഡ്മിഷൻ കിട്ടാൻ വഴിയുണ്ടോ എന്ന അർത്ഥത്തിൽ മണ്ഡലത്തിലെ MLA നിലയ്ക്ക് അന്വേഷിച്ച് വരാറുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് നിലനിർത്തി പോകേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പ്രീതി ടീച്ചറോട് പറയുമ്പോൾ അതൊരു ആവേശം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തെന്നായാലും ഒരു സ്വന്തം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് അല്പം കയറ്റി പറഞ്ഞാൽ കൊള്ളാം, നന്നാവും എന്ന രീതിയിൽ തന്നെയാണ്. അത് കയറ്റി പറയില്ല, അത് പണിയെടുത്തതിൻ്റെ ഒരു സന്തോഷമാണ്. ആ പണിയെടുത്ത സന്തോഷം തന്നെയാണ് അത് അഹങ്കാരത്തോട് പറയാത്തതാണ് ഞങ്ങൾ പണിയെടുത്തേണ്ടത്. അകലാട് ബദർപള്ളി ബീച്ച്, യാസിൻ പള്ളി ബീച്ച് ലിങ്ക് റോഡ് നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിൽ, നാട്ടുകാർ ദുരിതത്തിൽ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 മാസമായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതുമൂലം നിരവധി വീട്ടുകാരാണ് ദുരിതയാത്ര നടത്തുന്നത്. 120 മീറ്റർ മാത്രമാണ് ടാറിംഗ് പ്രവർത്തനം നടത്തുന്നത്. ഇതിനായി വലിയ കല്ലുകൾ കൊണ്ടുവന്നിട്ടത് മൂലം വാഹനങ്ങളുടെ ടയറുകൾ കേടുവരുന്നതിനാലും കല്ലുകൾ തെറിച്ച് അപകടം ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ ഇതുവഴി വരാൻ കഴിയാത്ത അവസ്ഥയാണ്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനോടും 19-ാം വാർഡ് മെമ്പറോടും നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും കരാറുകാരെ ഏൽപ്പിച്ചു എന്നുള്ള മറുപടി പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രായമായവരെയും അസുഖബാധിതരെയും ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിന് വളരെയധികം ദുരിതമാണ് ഉണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വെച്ചിട്ട് നന്നാക്കുന്ന റോഡാണ്. 3 മാസമായി ഇത് കുത്തിപ്പൊളിച്ച് ഇവിടെ ഇട്ടിട്ട്. ഒരു 120 മീറ്റർ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. വാർഡ് മെമ്പറോട് ചോദിച്ചപ്പോൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കോൺട്രാക്ട് എടുത്ത ആളോട് പറഞ്ഞപ്പോൾ കാശില്ല, എനിക്ക് 60,000 രൂപ നഷ്ടം പറഞ്ഞു, എവിടെയെങ്കിലും പണി കിട്ടിയാൽ ഇത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇനിയിപ്പോൾ എന്താണ് ഇതിൽ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർ, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, വണ്ടികൾ പോകുമ്പോൾ കല്ല് മേലേക്ക് തെറിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്യും. അതേസമയം പണി തുടങ്ങുന്ന സമയത്തുണ്ടായ തർക്കം നീണ്ടുപോയതോടെ കാലതാമസം നേരിടുകയും അതെല്ലാം പരിഹരിച്ച് ഫണ്ട് റിവേഴ്സ് ചെയ്തതിനു ശേഷമാണ് റോഡ് പണി ആരംഭിച്ചതെന്ന് കരാറുകാരൻ പറഞ്ഞു. കാലവർഷം നേരത്തെ കേരളത്തിലെത്തുകയും തുടർന്നുണ്ടായ മഴയുമാണ് ടാറിംഗ് പ്രവർത്തനം നിർത്തിവെക്കുവാൻ കാരണമെന്നും എത്രയും പെട്ടെന്ന് പണികൾ പുനരാരംഭിക്കുമെന്നും കരാറുകാരൻ കൂട്ടിച്ചേർത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച തിരുഹൃദയ പാരിഷ് ഹാളിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജി സക്കരപ്പറ്റിയക്കൽ, ഇടവകാംഗം ഫാദർ മനോജ് കീഴൂർ മുട്ടിക്കൽ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ MV ഷാൻഡോ, MK ജോൺസൺ, ജെയ്സൺ താണിക്കൽ, ഷൈജു തൈക്കാടൻ, നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ്, സെക്രട്ടറി MD ജോജി, ട്രഷറർ ബിജു ജോർജ്, ജോയിന്റ് കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി. മുതിർന്ന CPIM നേതാവും കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്ന KS ശങ്കരന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. CPM AL ചിറ്റിലങ്ങാട് സൗത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പാർട്ടി ഓഫീസിൽ നടന്ന ദിനാചരണത്തിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി പ്രഭാത ബേരി മുഴക്കി. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം PA ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ AS മജീദ, CK അച്യുതൻ, ഉഷ സുബ്രഹ്മണ്യൻ, ശൈലജ ഗണേശൻ, CK ഭാസ്കരൻ, PS ശരത്ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. വിശദാംശങ്ങളിലേക്ക്. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ G. ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പരിസരത്ത് മുന്തിരിച്ചെടി നട്ട് MD കോളേജ് ലെക്ചറർ റിജിമോൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിമോൻ ജെയിംസ്, MPTA പ്രസിഡന്റ് ജുബി സജി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതഭാവിക്ക് ഒരു കയ്യൊപ്പ് എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. നെല്ലിക്ക വിതരണം ചെയ്ത് പരിസ്ഥിതി ദിന സന്ദേശം കൈമാറുകയും കുട്ടികളുടെ ഹരിതസഭ ചേരുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഭൂമിക്കായി ഒരു സ്നേഹസമ്മാനം തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും കുട്ടികളുടെ പ്രസംഗം, കവിതാലാപനം, പോസ്റ്റർ നിർമ്മാണം, ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, സിസി KT, പോൾ ഡേവിഡ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാണിപ്പയൂർ പോപ്പുലർ ഹുണ്ടായി ഷോറൂമിന്റെ നേതൃത്വത്തിൽ 100 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. മാനേജർ
ഹുബീഷ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് മാനേജർ ലിഖിൽ നേതൃത്വം നൽകി. പരിസ്ഥിതി സന്ദേശം പ്രചരിപ്പിക്കാൻ കാർഡുകളും വിതരണം ചെയ്തു. ഉപഭോക്താക്കൾക്കും അഗ്നിരക്ഷാനിലയം, പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, റവന്യൂ വകുപ്പ്, നഗരസഭ എന്നീ സ്ഥാപനങ്ങളിലും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ നേതൃത്വത്തിൽ ആളൂർ മിഷൻ ഹൗസിൽ നടന്ന പരിപാടിയിൽ ആളൂർ ചാവക്കാട് അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ റുസ്തം അഹമ്മദി, ഷെരീഫ് അഹമ്മദ്, അർഫാൻ അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ്, അംനാസ് പി കെ എന്നിവർ സംസാരിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാന സമിതി അംഗവും ജില്ലാ രക്ഷാധികാരിയുമായ സി മൂസ പെരിങ്ങോട് ഉദ്ഘാടനം ചെയ്തു. കൂറ്റനാട് നടന്ന ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം TVM അലിയിൽ നിന്ന് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി ഏറ്റുവാങ്ങി. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് AC ഗീവർ മുഖ്യപ്രഭാഷണം നടത്തി. പത്രദൃശ്യ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനായ KMPU-വിൽ പ്രവർത്തിക്കുന്ന തൃത്താല മേഖലയിൽ നിന്ന് സജീവമായ 26 പേർ മെമ്പർഷിപ്പ് എടുത്തു. സംസ്ഥാന സമിതി അംഗങ്ങളായ ഇസ്മയിൽ പെരുമണ്ണൂർ, പ്രദീപ് ചെറുവാശ്ശേരി, രഘു പെരുമണ്ണൂർ, വീരാവുണ്ണി, മുഹമ്മദ് റഹീസ്, ഷിബിൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,130 രൂപ, പവന് 73,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 114 രൂപ. ചരമം മമ്മിയൂർ വെൽക്കം ഹോട്ടൽ ഉടമ കാവീട് ചട്ടിക്കൽ അപ്പുമകൻ ലോകനാഥ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മമ്മിയൂർ മുതുവട്ടൂർ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അനിത ഭാര്യയും അമൽനാഥ്, അതുല്യ എന്നിവർ മക്കളുമാണ്. വെസ്റ്റ് മങ്ങാട് പറക്കുന്ന് കൊള്ളന്നൂർ കൊച്ചുമാത്യു മകൻ ഷൈജു നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. വിജിലി മാതാവും ഷിമി ഭാര്യയാണ്. അലീന മകളാണ്. അകലാട് ഖാദ്രിയ പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന രാമാണത്ത് പരേതനായ മുഹമ്മദ് അലി മകൻ മുസ്തഫ നിര്യാതനായി. 40 വയസ്സായിരുന്നു. ഖബറടക്കം അകലാട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമയാണ് മാതാവ്. ആബിദ ഭാര്യയും മുഷ്ഫിർ, മുഹാഫിൽ എന്നിവർ മക്കളുമാണ്. വാഗ കുന്നത്തുള്ളി കുട്ടപ്പ ഭാര്യ രാധ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ശാന്തി തീരത്ത് നടന്നു. അക്കിക്കാവ് പൂമരം താവളത്തിൽ വേലായുധൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. പരേതയായ കമലാക്ഷിയാണ് ഭാര്യ. പൊതിയഞ്ചേരി കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരം വിനോദ്, പ്രസാദ്, വിനിത, വിനിജ എന്നിവർ മക്കളാണ്. മറ്റം നമ്പഴിക്കാട് മുളയ്ക്കൽ തോമ മകൻ ലാസർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ലിസിയാണ് ഭാര്യ. നമിത ജിബിൻ മകളാണ്. ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തറപ്പറമ്പിൽ രാജൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ലീല ഭാര്യയും രാലീഷ്, ലിജീഷ്, നീതു എന്നിവർ മക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം പകർന്ന ശനിയാഴ്ച വലിയ പെരുന്നാൾ. കേരളത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിനായി ഒരുങ്ങി. ബസ് യാത്രക്കാരിയായ 15 വയസ്സുകാരിയെ പരിചയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ ബസ് ഡ്രൈവറും ലോഡ്ജ് നടത്തിപ്പുകാരനും അറസ്റ്റിൽ. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന മരക്കാർ ബസ് ഡ്രൈവർ വാഗ സ്വദേശി പാലത്ത് വീട്ടിൽ അക്ബർ, 2ാം പ്രതി പത്തനംതിട്ട കൂടൽ സ്വദേശിയായ പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് ജീവനക്കാരൻ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ന്യൂസ് ഇംപാക്ട്. കുന്നംകുളം നഗരസഭ ഓഫീസിനോട് ചേർന്ന വൺവേ റോഡിലെ അപകടാവസ്ഥയിലായിരുന്ന ഇരുമ്പ് കവാടം പൊളിച്ചു നീക്കി. വൺവേ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാനുള്ള ഫലപ്രദമായ മറ്റൊരു സംവിധാനം ഒരുക്കുമെന്ന് നഗരസഭാ അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.